ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. ഇന്ത്യൻ സഹകരണ മേഖലയുടെ വികസനത്തിന് ആഗോള സഹകരണ സംഘടനകളുമായുള്ള പങ്കാളിത്തം സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സഹകരണ മേഖലയുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. നാരീശക്തിയിലൂടെ വികസിത ഭാരതം എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ എഐ മിഷന് കീഴിലുള്ള നിർമ്മിത ബുദ്ധി സംരംഭങ്ങൾ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. പൊതുമേഖലാ ഉദ്യോഗസ്ഥർക്കുള്ള എഐ അധിഷ്ഠിത കാര്യക്ഷമതാ ചട്ടക്കൂട്, ജിഒടി എഐ പ്ലാറ്റ്ഫോം തുടങ്ങിയവയും ശ്രീ വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യുകെ പര്യടനത്തിനിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയെ അപലപിച്ച് ഇന്ത്യ. തീവ്രവാദ സംഘങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രമിന്റെ ദക്ഷിണ മേഖല അവലോകന യോഗവും പരിശീലന ശില്പശാലയും തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാട്ടുപന്നിയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി കർമ്മസേന രൂപീകരിച്ച് പ്രത്യേക ദൌത്യം നടപ്പാക്കുമെന്ന് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ. ഈ മാസം 15-നുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കും. കാട്ടുപന്നികൾക്കായി വ്യാപകമായി തിരച്ചിൽ നടത്തുകയും ആവശ്യമെങ്കിൽ വെടിവയ്ക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എംഎസ്സിയുടെ ജെയ്ഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ കൂടി ഉൾപ്പെടുത്തി. ജെയ്ഡ് സർവീസിലെ ദക്ഷിണേഷ്യയിലെ പ്രധാന കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം തുറമുഖം മാറും. പ്രസാർ ഭാരതിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗൌരവ് ദ്വിവേദി ഇന്ന് അസ്താനയിൽ കസാഖിസ്ഥാന്റെ ഇൻഫർമേഷൻ ആന്റ് കൾച്ചർ വൈസ് മന്ത്രി കനത് ഇസ്കോവുമായി കൂടിക്കാഴ്ച നടത്തി. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ ആന്റ് എന്റർടൈൻമെന്റ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ അദ്ദേഹം കസാഖിസ്ഥാൻ മന്ത്രിയെ ക്ഷണിച്ചു. മെയ് 1 മുതൽ 4 വരെ മുംബൈയിലാണ് വേവ്സ് നടക്കുന്നത്. സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന നയരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ അൺഎയ്ഡഡ് സ്കൂളിലെ പ്യൂണിനെ ക്രൈംബ്രാഞ്ച് പിടികൂടിയ പശ്ചാത്തലത്തിൽ വകുപ്പ് തല നടപടികൾ ആരംഭിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ സ്കൂൾ സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നിലമ്പൂരിൽ മുൻ നൃത്താധ്യാപികയായ വയോധികയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ മന്ത്രി ആർ ബിന്ദു അടിയന്തര റിപ്പോർട്ട് തേടി. മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസറോട് അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും റിപ്പോർട്ട് നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി. സിഐഎസ്എഫിൽ അടുത്ത 2 വർഷങ്ങൾ കൊണ്ട് 20,000-ലധികം പേരെ നിയമിക്കുമെന്ന് ഡയറക്ടർ ജനറൽ രാജ്വീന്ദർ സിംഗ് ഭാട്ടി. സേനയിലെ വനിതകളുടെ ഒരു സംഘം എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം ചെന്നൈയിൽ അറിയിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നോർക്കയുടെ ആഭിമുഖ്യത്തിൽ സുരക്ഷിത വിദേശ തൊഴിൽ കുടിയേറ്റ നിയമബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിക്കും. നാളെ രാവിലെ 10 മുതൽ 12:30 വരെ തിരുവനന്തപുരത്ത് തൈക്കാട് കിഡ്സ് ക്യാമ്പസ് ഹാളിലാണ് പരിപാടി. ആദായ നികുതി വകുപ്പിന്റെ തിരുവനന്തപുരത്തെ ആയക്കാർ സേവാ കേന്ദ്രത്തിൽ സജ്ജമാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനം നാളെ ആരംഭിക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരിക്കും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുക. ഓൺലൈൻ ഭക്ഷണ വിതരണ ശൃംഖലയായ സ്വിഗ്ഗിയിലെ തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു. അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മാർച്ച് 10 മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഉത്സവ മേഖലകളിൽ ഹരിതചട്ടം കർശനമാക്കി. ക്ഷേത്രവളപ്പിലെ താൽക്കാലിക സ്റ്റാളുകളിലും ഉത്സവ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 25 കിലോയോളം പ്ലാസ്റ്റിക് നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കെഎസ്ആർടിസി അധിക സർവീസുകൾ ഒരുക്കും. കിഴക്കേക്കോട്ടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് 20 ബസ്സുകളുടെ ചെയിൻ സർവീസും ഒരുക്കിയിട്ടുണ്ട്. പുതിയ ആദായ നികുതി ബില്ലുമായി ബന്ധപ്പെട്ട ലോക്സഭയുടെ സെലക്ട് കമ്മിറ്റി ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ യോഗം ചേർന്നു. ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ, ഏണസ്റ്റ് ആന്റ് യങ് എന്നിവയുടെ പ്രതിനിധികളെ സമിതി ചർച്ചയ്ക്കായി വിളിച്ചുവരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.